പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ മക്കളെ. പിണറായി വിജയനിലെ രാഷ്ട്രീയ ചാണക്യൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ കണ്ടതൊക്കെ വെറും ട്രെയിലറാണ്. മുഴുവൻ പടം ഇനി റിലീസാകാൻ പോകുന്നേ ഉള്ളൂ, കാത്തിരിക്കുക. ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമുള്ള ഒരു വാണിംഗ് ആയിട്ട്, ഒരു താക്കീതായിട്ട് എടുത്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സി രഘുനാഥ്. സ്നേഹമുള്ളവരെന്നെ രഘു ചൈതന്യ എന്ന് വിളിക്കും, സ്നേഹമില്ലാത്തവരെന്നെ പച്ചത്തറി വിളിക്കും. അത് കേരളത്തിൻ്റെ ഒരു രീതിയാണ്. പിണറായി വിജയനെ ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഡെഫിനേഷൻ, പിണറായി വിജയൻ ഈസ് ഈക്വൽ ടു കെ കരുണാകരൻ പ്ലസ് ഉമ്മൻചാണ്ടി ദ ഹോൾ സ്ക്വയർ. ചാണക്യ തന്ത്രത്തിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ കെ കരുണാകരൻ പ്ലസ് ഉമ്മൻചാണ്ടി ദ ഹോൾ സ്ക്വയർ അത്രയ്ക്ക് വലുതാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്തവർ മനസ്സിലാക്കിക്കും. ഇദ്ദേഹത്തെ ഞാൻ പഴയകാല ചാണക്യനായിട്ടുള്ള PV നരസിംഹറാവുമായിട്ടോ അല്ലെ ആധുനിക ചാണക്യനായിട്ടുള്ള അമിത്ഷായുമായിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ ഞാൻ മുതിരുന്നില്ല. കാരണം പിണറായി വിജയൻ ദേശീയ രാഷ്ട്രീയത്തിൽ കളിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ കളത്തിലിറങ്ങി ഗ്രൗണ്ടിലിറങ്ങി കളിച്ചാലല്ലേ കാണികൾക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മളൊക്കെ മനസ്സിൽ കാണുമ്പോൾ പിണറായി വിജയൻ മരത്തിലല്ല അങ്ങ് മാനത്ത് തന്നെ ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തും കാണാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത് ആരും നിരാകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം വർഷങ്ങൾ നീണ്ട പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, ബഡ്ജറ്റിംഗ്, മാനേജ്മെൻറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് നല്ലൊരു ചെസ് കളിക്കാരൻ കരുക്കൾ നീക്കി കൊണ്ടുവന്ന് കറക്റ്റായിട്ടുള്ള കഴിവിനെ കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് എതിരാളിയുടെ രാജാവിനെ ചെക്ക് പറഞ്ഞ് എതിരാളിയെ പരാജയപ്പെടുത്തുന്ന ആ ചെസ്സിലെ ആ തന്ത്രം, അത് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പയറ്റി തെളിഞ്ഞ് പിണറായി വിജയൻ ഇന്ന് ആ സിംഹാസനത്തിലിരിക്കുന്നത്. അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത എന്ന ആളുകൾ പലരും അവകാശപ്പെടുന്ന KR ഗൗരിയമ്മയും VS അച്യുതാനന്ദനെയും കോടിയേരി ബാലകൃഷ്ണനെയും എല്ലാം ഇതുപോലെ കളിച്ച് ഒതുക്കി മാറ്റി മുന്നേറി വരാൻ ഒരു ചാണക്യനെ കൊണ്ട് സാധിക്കുള്ളൂ. ഉമ്മൻചാണ്ടി കരുണാകരനെ പറ്റി ശൈലി നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, ഒട്ടും നോവിക്കാതെ, ഒരു തുള്ളി ചോര പോലും പൊടിയാതെ, ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ ഇവരെയെല്ലാം വെട്ടി മുന്നേറാൻ ആർക്കും സംശയമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളതും ഒരു തികഞ്ഞ വസ്തുതയാണ്. ഏതെങ്കിലും ഒരു കേസിൽ പിണറായി വിജയൻ്റെ ഒരു രോമത്തെ തൊടാൻ ഇന്നുവരെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയത്ത് ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും ബാലകൃഷ്ണപിള്ളയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള കൊടിയ പീഡനം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമുക്ക് ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി പറയാം, അതിശക്തനായ ഒരു നിരീശ്വരവാദിയും തികഞ്ഞ മതേതരനുമായിരുന്ന ഒരു വ്യക്തി വളരെ ചെറിയ കാലയളവ് കൊണ്ട് സമ്പൂർണമായും ഒരു മതത്തിന് കീഴ്പ്പെട്ട് പോയി അല്ലെ അടിമപ്പെട്ട് പോയി എന്ന് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അല്ലെ ജനങ്ങൾ അങ്ങനെ ആരോപിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പൊന്നു മകളുടെ 2ാം വിവാഹാലോചന നടക്കുന്ന കാലം തൊട്ട് ആണ് പിതാവിൽ ഈ കാതലായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്ന് നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകൾ രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണെന്ന് ഈ അവസരത്തിൽ എനിക്കും തോന്നുന്നു. മൃഗീയമായ മർദ്ദനമുറകളും അതുപോലെ ജയിൽ പീഡനവും അങ്ങനെയുള്ള ടൂൾസ് എല്ലാം ഉപയോഗിച്ച് കേരളത്തിലെ 50% വരുന്ന ഹിന്ദുക്കളെ ചവിട്ടി മെതിച്ച് അവരുടെ നെഞ്ചത്ത് കയറി ശബരിമലയിലെ ചാക്കുകെട്ടുകളെ പൊതിഞ്ഞ് കയറ്റി നവോത്ഥാനം എന്ന പേരിൽ ആ വൃത്തികേട് നടപ്പാക്കിയിട്ടും, അല്ലെങ്കിൽ കറുത്ത ചാക്കുകളെ കൊണ്ടൊരു വനിതാ മതിൽ എന്ന് പറയുന്ന വൃത്തികേട് കാണിച്ചിട്ടും, അതല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ഒരു സമുദായത്തെ മുഴുവൻ അപമാനിക്കാനായിട്ട് എവിടുന്ന് കൊണ്ടെന്നാണെന്നറിയില്ല ഒരു ആർത്തവ കവാടമൊക്കെ പണിഞ്ഞ് ജനങ്ങളെ അധിക്ഷേപിച്ചിട്ടും 2ാം മുഴം പുഷ്പം പോലെ നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ചാണക്യതന്ത്രം ഒരു കാരണവശാലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ലെവലിലൊക്കെ ഒരുപാട് മുകളിലാണ്, സംശയമല്ല. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വലിയൊരു കോലാഹലം ഉണ്ടായിരുന്നു, വലിയൊരു മുറവിളി ഉണ്ടായി. എന്തായിരുന്നു? KK ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ നിർത്തണം, ജനങ്ങൾ അംഗീകരിക്കും. ഇത് വലിയൊരു മുറവിളിയായിട്ട് സ്വന്തം പാർട്ടിയിൽ തന്നെ ശക്തമായിട്ട് ഉയർന്നു വന്നപ്പോൾ ചാണക്യൻ വളരെ നിസ്സാരമായിട്ടല്ലേ ആ കൊടുങ്കാറ്റ് ഊതിക്കെടുത്തിയത്. എങ്ങനെയായിരുന്നു? 2 പ്രാവശ്യം MLA ആയിട്ടുള്ള ആളുകൾ ഇനി മത്സരിക്കണ്ട, ഞാനൊഴികെ, എനിക്ക് മാത്രം കൺസെഷൻ. ഒരു വെടിക്കൊരു 5-6 പക്ഷി. ആ കൂട്ടത്തിൽ G സുധാകരനെയും തോമസ് ഐസക്കിനെയും സീനിയറായിട്ടുള്ള കടമ്പള്ളി സുരേന്ദ്രനെ എല്ലാം ഒതുക്കി. അങ്ങനെ രാജാവിൻ്റെ കിരീടത്തിനും ചെങ്കോലിനും യാതൊരു കോട്ടവും തട്ടാതെ നല്ല സുന്ദരമായിട്ട് ഭരണത്തിൽ കയറി കൂടുകയും ചെയ്തു. ഇതാണ് രാഷ്ട്രീയത്തിലെ കളി.
അത് പോരാഞ്ഞിട്ട് ഒട്ടും അഴിമതിയില്ലാത്ത എന്ന് ജനങ്ങൾ പലരും പറയുന്ന ജി സുധാകരൻ വളരെ ഭംഗിയായിട്ട് നോക്കി നടത്തിയ ഒരു വകുപ്പുണ്ടായിരുന്നു, പൊന്മുട്ടയിടുന്ന പൊതുമരാമത്ത് വകുപ്പ്. അതും വളരെ സിൻഡിലേറ്റിംഗ് ആയിട്ടുള്ള തർക്കമാർന്ന മറ്റൊരു വകുപ്പ്, ടൂറിസം വകുപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒരു പാക്കേജ് ആക്കിയിട്ട് മരുമോന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ദേവസ്വം ബോർഡ് കൂടെ കൊടുത്തേനെ, ദേവസ്വം മന്ത്രി ആക്കിയേനെ. പക്ഷെ നിയമം സമ്മതിക്കുന്നില്ല. ഇനി നിയമം ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ അത് നടക്കും. അത് പറ്റാത്തത് കൊണ്ട് ആ മഹാപാതകം മാത്രം ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇതിനെ ആരും ചോദ്യം ചെയ്തില്ല എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാളൊഴികെ. അതാരായിരുന്നു? നമ്മുടെ വിത്തുശാസ്ത്രജ്ഞൻ, അതായത് സയന്റിഫിക് ടെമ്പർ ഉപയോഗിച്ച് അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞനെ ഒടുക്കാനായിട്ട് സ്പീക്കർ കസേര കൊടുത്ത് അദ്ദേഹത്തിന് ഒരു മൂലയ്ക്കാക്കി. നാമം ജപിച്ചതിനും അതുപോലെ മരപ്പട്ടി മുള്ളിയവനെ വെറുതെ കറുത്തോടി വീശി കാണിച്ചതിനും ഒക്കെ ആയിട്ട് പൊതുജനത്തെ തല്ലിച്ചതച്ച് കൊല്ലാറാക്കിയെങ്കിലും വർഗീയത തുലയട്ടെ എന്ന കുടുംബാപകൃത്യം ചെയ്ത ആ കൊടുംപാപിയായ കൊടും ക്രിമിനലായ അഭിമന്യുവിനെ ഒരു പിച്ചാത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് പോന്തി കൊത്തി കൊന്നവരെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കുറ്റത്തിന് പരസ്യ വിചാരണ നടത്തി ഇഞ്ച ചതയ്ക്കുന്ന പോലെ തല്ലിച്ചതച്ച് ദിവസങ്ങളോളം പട്ടിണി കിട്ട് അവസാനം കെട്ടിത്തൂക്കി കൊന്ന ആ സിദ്ധാർത്ഥനെയും ഈ പാതകം ചെയ്തവരെ രക്ഷിക്കാനായിട്ട് കാണിക്കുന്ന തത്രപ്പാട്, പെടാപ്പാട്, ഇത് പൊതുജനങ്ങൾ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട്. സാധാരണക്കാരൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. അരിയാഹാരം കഴിക്കുന്നു എന്ന് പറയപ്പെടുന്ന അഭിമാനിക്കുന്ന പ്രബുദ്ധ കേരളത്തിലെ ജനത ചിന്തിക്കുമെന്നുള്ള ഒരു ഭയം പോലും ഇല്ലാതെ, കാരണം ചാണക്യനറിയാം അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇത് എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. ലോകത്തിലെവിടെയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ട് പോകുന്നു. പിന്നെ നമ്മൾ പൂഞ്ഞാറ പള്ളി ആക്രമിച്ച് ഒരു വൈദികനെ വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു. ഒരു കാരണമില്ലാതെ ആ കൊലയാളികളെ, ആ തീവ്രവാദികളെ അവരുടെ പേര് പോലും പോകരുതെന്ന് തിട്ടൂരം ഇറക്കി മാധ്യമങ്ങളെ അടക്കം കൂച്ചുവിലങ്ങിട്ട് മാധ്യമങ്ങൾ അടിമകളെ പോലെ ഓച്ചാനിച്ച് മൂലക്കിരുന്നെങ്കിൽ അത് ഭയം കൊണ്ട് മാത്രമാണ്. എന്താണ് ഭയം? അടുത്ത കാലത്ത് കണ്ട ക്രൈം നന്ദകുമാറോ ഷാജൻ ചക്രിയായോ അല്ലെ ഒരു പ്രദീപോ ആഗ്രഹിക്കാൻ ഇവരിൽ ആരും, കുടുംബം പിള്ളേരും ഒക്കെ ഉള്ളതാണ്, ആഗ്രഹിക്കുന്നില്ല. അതാണ് അതിന്റെ കാരണം. ഭയം കൊണ്ടാണ്, മറ്റൊരു സംശയമൊന്നുമില്ല. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി എന്നൊരു പാട്ട് ഒന്ന് തിരുത്തേണ്ട സമയമായിട്ടുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ട അമ്മാവൻ, അമ്മാവൻ ചുട്ടത് മരുമോനിക്കായി. കാരണം മരുമോന് കിരീടം സമ്മാനിക്കാൻ ഒരു അച്ഛൻ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ലോകത്തിലെവിടെ നടക്കുന്നൊരു കാര്യമാണ്. ഒരാളുടെ കാലശേഷം കിരീടം ചെങ്കോലൊക്കെ കൈമാറുന്ന മക്കൾക്കോ മരുമക്കൾക്കോ ഒക്കെ ആയിരിക്കും, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ കിരീടം കൈമാറ്റം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കരുക്കൾ നീക്കി ഇങ്ങനെ കളിച്ച് വരുമ്പോഴാണ് സർപ്രൈസ് ആയിട്ട് എതിർപക്ഷത്തുനിന്ന് ദാ കിടക്കുന്ന രണ്ടെണ്ണം വിലങ്ങുതടിയായിട്ട് ജി സുധാകരൻ ഒതുങ്ങി രാമായണമൊക്കെ ജപിച്ച് രാമ 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 പാടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പാപം. പക്ഷെ തോമസ് ഐസക്കും കെ ശൈലജയും സജീവമായിട്ട് തന്നെ കളത്തിലുണ്ട്. അപ്പൊ ഇവരെ പോലെയുള്ള സീനിയർ ആൾക്കാർ, കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ആളുകളുടെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ മരുമോന് കിരീടവും ചെങ്കോലവും കൈമാറുന്ന അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മരുമോന് പാരയായി വന്നേക്കാവുന്ന തോമാച്ചനെയും ശൈലജ ടീച്ചറെയും ഒതുക്കാൻ എന്താ വഴി? ഇവരെ രണ്ടുപേരെയും കൂടെ പൊതിഞ്ഞു കെട്ടി ഒരു പാക്കറ്റായിട്ട് ഡൽഹിക്ക് പറഞ്ഞു വിടുക. 5 കൊല്ലത്തേക്ക് ഡൽഹിയിൽ ഇരുന്നോളും, യാതൊരു ശല്യമില്ല. എങ്ങനെയുണ്ട് ബുദ്ധി? അതിന്റെ കാരണം 1921 ഊരിയ വാള അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകടനം നടത്തി കോലവിളി നടത്തിയവരെയും വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലൻ എന്ന് പറഞ്ഞ് അവലും മലരും മുന്തിരിക്കവും മേടിച്ച് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചോ എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് കൊലവിളി നടത്തിയവരെയൊക്കെ സംരക്ഷിക്കാൻ പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ ഒരു ചെറിയ സംശയം, യഥാർത്ഥ ചാണക്യൻ അമ്മാവനാണോ മരുമകനാണോ? കാരണം ചാണക്യൻ ഒരിക്കലും നേരെ മുമ്പിൽ നിന്ന് കളിച്ചിട്ടില്ല, കളിക്കാരനെ കൊണ്ട് കളിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇതല്ലേ ചരിത്രം? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാണക്യതന്ത്രം മുഴുവൻ മരുമകത്തലയിലെ ബുദ്ധിയാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴത്തെ മുന്നിൽ കാണുന്ന സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ മരുമകന് കിരീടവും ചെങ്കോലും കിട്ടിക്കഴിഞ്ഞാൽ അത് കേരളത്തിന് അപകടമാണ്, മലയാളത്തിന് അപകടമാണ്, മലയാളികൾക്ക് അപകടമാണ്. ഒരുപക്ഷെ അഭിമന്യുമാരും സിദ്ധാർത്ഥന്മാരും ഇവിടെ നിത്യസംഭവമായിട്ട് മാറും.
ഇനി അവരുടെ പേര് ഉച്ചരിക്കുന്നത് പോയിട്ട് അവരുടെ ജില്ലയുടെ പേര് പറയുന്നത് പോലും വലിയ ക്രിമിനൽ കുറ്റമായിട്ട് മാറാനുള്ള സാധ്യതയും മുമ്പിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളെ ജനങ്ങളെ ഒരപേക്ഷയുണ്ട്, ഒരേ ഒരു അപേക്ഷ. കളി അറിയാവുന്ന തോമസ് ഐസക്കും ശൈലജ ടീച്ചറും ഒക്കെ ഇവിടെ തന്നെ വേണം. നിങ്ങൾ അവരെ ജയിപ്പിച്ച് ദയവ് ചെയ്ത് ഡൽഹിയിലേക്ക് വിടരുത്. അത് അവരോട് ചെയ്യുന്നതും ഈ കേരളത്തിലെ സകല ജനങ്ങളോടും ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കണം. വേറെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എന്തൊക്കെ സംഭവിച്ചോട്ടെ, വിഷയമല്ല. പക്ഷേ എൻ്റെ ഒരു അപേക്ഷയാണ്, വ്യക്തിപരമായ അപേക്ഷയാണ്, തോമസ് ഐസക് സാറിനെയും കെ ശൈലജ ടീച്ചറെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തണം. അവർ ഈ കേരളത്തിൽ വേണം. കാരണം ഈ കിരീട കൈമാറ്റവും ചെങ്കോല് കൈമാറ്റവും മരുമകൻ്റെ കയ്യിലേക്ക് പോകാതെ കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും സംരക്ഷിക്കാൻ അവർ നമ്മുടെ ഇടയിൽ ആവശ്യമാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക. കൈ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സഹോദരന്മാരെ, സമയം അധികം ബാക്കിയില്ല. നമുക്ക് കൂട്ടായി നല്ല കേരളത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്കാരം.